ഒരു എക്സാമ്പിൾ പ്രോബ്ലം. ഫൈൻഡ് ദി കപ്പാസിറ്റൻസ് ഓഫ് ടു കോൺസെൻട്രിക് സ്ഫെറിക്കൽ മെറ്റൽ ഷെൽസ് വിത്ത് റേഡിയൈ എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള സ്ഫെറിക്കൽ ഷെല്ലുകൾ. ഒന്നിൻ്റെ റേഡിയസ് എ ആണ്, പുറത്തുള്ള റേഡിയസ് ബി ആണ്. ഇതിൻ്റെ ചാർജ് ഉണ്ട്, അകത്ത് പ്ലസ് ക്യൂ ചാർജും പുറത്ത് മൈനസ് ക്യൂ ചാർജും ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ് അല്ലേ. എങ്ങനെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കും? നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇവിടെ ചാർജുകൾ തന്നിട്ടുണ്ട് അല്ലേ, ഈ പ്ലേറ്റിലേക്കുള്ള ചാർജ് തന്നിട്ടുണ്ട്. നമുക്കിനി അറിയേണ്ടത് വി കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിടയ്ക്കുള്ള വി കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ എങ്ങനെ വി കണ്ടുപിടിക്കും അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി. വി ഈസ് ഈക്വൽ ടു മൈനസ് ബി ടു എ ഇ ഡി ആർ. അതായത് ഈ രണ്ട് എ ബി റേഡിയസ് ഉള്ള രണ്ട് കോൺസെൻട്രിക് സ്ഫെറിക്കൽ ഷെല്ലുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ എന്താണ്? മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ ഇ ഡി ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. റൈറ്റ്. സോ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം? ഇ കണ്ടുപിടിക്കണം. ഇ അറിയാവോ? ഇ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇതിലൂടെ ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. അപ്പോൾ നമുക്ക് ഇനി ഗോസസ് ലോ അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ഏതാണ്? പ്ലസ് ക്യൂ ചാർജ് ആണ്. സോ നമുക്ക് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². എന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂവിനെ ഇവിടെ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂ കോൺസ്റ്റൻ്റ് ആണ്, 1/4πε0 കോൺസ്റ്റൻ്റ് ആണ്, 1/r² മാത്രമാണ് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ളത്. സോ ബി ടു എ ദാ ഇവിടെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്, ഇവിടെ തൊട്ട് ഇവിടേക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബി ടു എ. സോ നമുക്ക് അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? 1/r²നെയാണ്. 1/r² ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് 1/r ആണ് അല്ലേ. സോ ഈ ഒരു മൈനസും പുറത്ത് ഇവിടെ മൈനസും ഉണ്ട്. സോ രണ്ടുകൂടി ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക Q/4πε0 1/r. ഇനി അതിനെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതാ? ബി ടു എ ആണ് ലിമിറ്റ് അല്ലേ, ബി ടു എ. സോ അപ്പർ ലിമിറ്റ് ഏതാണ്? എ ആണ്. അത് നമുക്ക് ഈ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പിന്നീട് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു Q/4πε0 1/a മൈനസ് 1/b. സോ ഞാനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അല്ലേ, നമുക്കിവിടുന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? Q/4πε0 b മൈനസ് a/ab കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സി ആണ്. സി എന്ന് പറയുന്നത് എന്താണ്? Q/v ആണ്. ഇതാ ഇവിടെ Q ഉണ്ട്, ഇവിടെ V ഉണ്ട്. സോ Q/v ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കപ്പാസിറ്റൻസ് കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ടൈംസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ നമുക്ക് എന്ത് കിട്ടും? സി ഈസ് ഈക്വൽ ടു 4πε0 ab/b മൈനസ് a. ഓക്കെ, ഇതാണ് കോൺസെൻട്രിക് സ്ഫെറിക്കൽ മെറ്റൽ ഷെല്ലുകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്.